ശുദ്ധജലക്ഷാമത്തിന് വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശാശ്വത പരിഹാരം. പുത്തൂർ ഗ്രാമപഞ്ചായത്ത് 14-ാം വാർഡ് കൊങ്ങമ്പാറ മിച്ചഭൂമി കുടിവെള്ള പദ്ധതി റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. നവംബർ 7-ാം തീയതി വൈകിട്ട് 7 മണിക്ക് കാര്യപരിപാടി പദ്ധതി പരിസരത്ത് വെച്ച് നടന്നു. 75 ലക്ഷം രൂപ നഗരസഞ്ചയ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കുടിവെള്ള പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചത്. പുത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ PS ബാബു, സിനി പ്രദീപ് കുമാർ, മെമ്പർമാരായ PB സുരേന്ദ്രൻ, ധന്യ ബിജു, സുജിത അർജുനൻ, ജിനോ TC, സനൂപ് NG എന്നിവർ സന്നിഹിതരായി. വാർഡ് മെമ്പർ ലിബി വർഗീസ് സ്വാഗതവും അസിസ്റ്റന്റ് എഞ്ചിനീയർ രാഹുൽ റിപ്പോർട്ടും അവതരിപ്പിച്ചു. കേരള ടൈംസ് മീഡിയ. പുത്തൂർ കുരിശുമൂല തോണിപ്പാറ BMBC റോഡ് നിർമ്മാണം തുടങ്ങി. നവകേരള സദസ്സിന്റെ നേട്ടമാണിതെന്ന് മന്ത്രി കെ രാജൻ. വികസനത്തിന്റെ പുത്തനധ്യായങ്ങൾ രചിച്ച സംസ്ഥാന സർക്കാരിന്റെ നവകേരള സദസ്സുകൊണ്ട് എന്ത് നേട്ടമെന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളിൽ ഒന്നാണ് പുത്തൂർ സുവോളജിക്കൽ പാർക്കിന് മുന്നിലൂടെയുള്ള കുരിശുമൂല കോടിപ്പാറ റോഡിനുള്ള 7 കോടി രൂപയുടെ നിർമ്മാണാനുമതിയെന്ന് മന്ത്രി കെ രാജൻ. റോഡിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച് പുത്തൂരിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. പുത്തൂരിൽ നടക്കേണ്ടിയിരുന്ന നവകേരള സദസ്സ് കോടതി വ്യവഹാരത്തിലൂടെ മറ്റൊരിടത്തേക്ക് മാറ്റി നടത്തേണ്ടി വന്നെങ്കിലും നവകേരള സദസ്സ് അനുവദിച്ച പദ്ധതികളുടെ നേട്ടം പുത്തൂരിനാണ് ഉണ്ടായത്. 2.3 കിലോമീറ്റർ ദൂരമാണ് BMBCയായി നിർമ്മിക്കുന്നത്. നവകേരള സദസ്സിന്റെ ഭാഗമായി ജില്ലയിൽ അനുവദിക്കപ്പെട്ട റോഡുകളിൽ നിർമ്മാണം തുടങ്ങുന്ന ആദ്യ റോഡാണ് ഇത്. സുവോളജിക്കൽ പാർക്കിന്റെ ഭാഗമായ പെറ്റിംഗ് സൂവിലേക്ക് പ്രവേശിക്കാവുന്ന ചിപ്പിംഗ് കാർപ്പറ്റ് നിലവാരത്തിലുള്ള ഈ റോഡിന്റെ നിർമ്മാണം ഫെബ്രുവരി മാസത്തോടെ പൂർത്തിയാകും. പുത്തൂരിലെ തന്നെ വലക്കാവ് റോഡിന്റെ BMBC നിലവാരത്തിലുള്ള നിർമ്മാണം ജനുവരിയിൽ പൂർത്തിയാകും. ഇതോടെ ലോകസഞ്ചാരികൾ ഉൾപ്പെടെ കടന്നുവരുന്ന പുത്തൂരിന്റെ പാതകളെല്ലാം ആധുനിക നിലവാരത്തിലായി കഴിഞ്ഞുവെന്നും മന്ത്രി പറഞ്ഞു. പൊതുമരാമത്ത്, സംസ്ഥാന ബജറ്റ്, കിഫ്ബി, നബാർഡ് തുടങ്ങി പ്രത്യേക അനുമതിയിലടക്കം മണ്ഡലത്തിലെ നിരവധി റോഡുകൾ പുനരുദ്ധരിച്ചു കൊണ്ടിരിക്കുകയാണ്. MLAയുടെ ആസ്തി വികസന ഫണ്ട് ഉൾപ്പെടെ വിനിയോഗിച്ച് മുഴുവൻ റോഡുകളും പുത്തനാക്കി. മറ്റനേകം വികസന പ്രവർത്തനങ്ങളും പൂർത്തിയാക്കുകയും പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ടെന്നും മന്ത്രി കെ രാജൻ പറഞ്ഞു. പുത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം PB സുരേന്ദ്രൻ സ്വാഗതം പറഞ്ഞു. ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ സിനി പ്രദീപ് കുമാർ, PS ബാബു, ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PS സജിത്, ജിനോ TC, സുജിത അർജുൻ തുടങ്ങിയവർ സംസാരിച്ചു. കേരള ടൈംസ് മീഡിയ. നമ്മുടെ നിയോജക മണ്ഡലത്തിൽ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ചകളിൽ നിരവധി ആശയങ്ങൾ ഉയർന്നു വന്നിരുന്നു. അങ്ങനെ ഉയർന്നു വന്ന ആശയങ്ങളിൽ ഒന്ന്, പുത്തൂരിലെ ഗ്രാമപഞ്ചായത്ത് തോണിപ്പാറ വഴി പോകുന്ന ഈ റോഡ് PWD ഏറ്റെടുക്കണമെന്നും ആ വിധത്തിൽ പണിയണമെന്നും ഒരാവശ്യം ഉന്നയിച്ചു. PWD പുതിയതായിട്ട് റോഡുകൾ ഏറ്റെടുക്കുന്നില്ല. അങ്ങനെ വരുന്ന ഘട്ടത്തിൽ എങ്ങനെ സുവോളജിക്കൽ പാർക്കുമായി ബന്ധപ്പെട്ടൊരു കേന്ദ്രമായതുകൊണ്ട് നമുക്ക് നവകേരള സദസ്സിൽ നിന്ന് ലഭ്യമാകുന്ന 7 കോടി രൂപ 2.25 ലക്ഷത്തോളം ആളുകൾ വസിക്കുന്ന 4 പഞ്ചായത്തും കോർപ്പറേഷനുമുള്ള ഈ മണ്ഡലത്തിൽ എങ്ങനെ ചെലവഴിക്കണം എന്ന ആഗ്രഹം തോന്നിയപ്പോൾ 14 ആശയങ്ങളെ സോർട്ട് ചെയ്തെടുത്തിട്ട് ആ ആശയങ്ങളിൽ ഏറ്റവും പ്രധാനമായി മനസ്സിൽ തോന്നിയ ഒരു ആശയം, ഈ തോണിപ്പാറ മൂല മുതൽ സുവോളജിക്കൽ പാർക്ക് വരെയുള്ള റോഡ് അത്യാധുനിക നിലവാരത്തിൽ BMBC റോഡാക്കണം എന്നാണ്. സാധാരണ നിലയിൽ ഇതൊരു പഞ്ചായത്ത് റോഡാണ്. സാമ്പത്തിക സാഹചര്യം വെച്ച് ആ വിധത്തിൽ ഈ റോഡ് മാറ്റാൻ പറ്റില്ല. നമുക്ക് സുവോളജിക്കൽ പാർക്കിൽ വരുന്ന ആളുകൾ എത്തിച്ചേരാൻ വഴിയുള്ള എല്ലാ റോഡുകളും നമ്മൾ BMBC ആക്കി. തിരക്കുണ്ടെങ്കിലും പറയാതെ പോകാൻ പറ്റില്ല. നല്ല തിരക്കിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇനി 5-6 പരിപാടി വേണം. പ്രസിഡന്റ് തന്നെ അധ്യക്ഷ പ്രസംഗം ചുരുക്കിയത് കൊണ്ടാണ്. പക്ഷെ ഇത് പറയാതെ പോകാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാനിതിലേക്ക് പാർക്കിലേക്ക് എത്തിച്ചേരുന്ന പയ്യ സുവോളജിക്കൽ പാർക്ക് BMBC റോഡാക്കാനുള്ള വർക്ക് ആരംഭിച്ചു. അമ്പളിക്കുന്നിലേക്ക് ഇതിന്റെ മുകളിലൂടെ പോകുന്ന ഈ റോഡ് ക്രമങ്ങൾ തീർത്ത് അങ്ങോട്ട് പോവാം. അമ്പളിക്കുന്നിലേക്ക് ഇങ്ങനെ റോഡുണ്ടായ സുവോളജിക്കൽ പാർക്കിലേക്ക് പോകാൻ എന്തെങ്കിലും കാര്യമുണ്ടോ? ഇവിടെ നിന്ന് ആരംഭിച്ചിട്ട് കാര്യമില്ല. അപ്പൊ ഈ അവിടെ നിന്ന് വലത്തുനിന്ന് BMBC ആരംഭിച്ച് ഒരു